നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൻ്റെ പ്രോഫിറ്റ് 5 വർഷത്തെ ഫേമിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2013 4 ലക്ഷം, 2014 3,98,000, 2015 4,50,000, 2016 4,45,000, 2017 5 ലക്ഷം. അങ്ങനെ 5 വർഷത്തെ ഡിഫറൻറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 5 വർഷത്തെ ഡിഫറൻറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതിലൊരു പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കാൽക്കുലേറ്റ് ഗുഡ്വില്ല്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ ഗുഡ്വില്ലായിട്ടില്ല. ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമ്മൾ 4 വർഷത്തെ പർച്ചേസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 4 വർഷം വരെ ആ പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. ആ ആവറേജ് പ്രോഫിറ്റ് 4 വർഷം വരെയുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആ ഫേമിൻ്റെ മൊത്തം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫേമിൻ്റെ നിലവിലുള്ള ഗുഡ്വില്ല് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത് സോൾവ് ചെയ്യലാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വെച്ച് വേണം സോൾവ് ചെയ്യാൻ. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം 2 കോളം കൃത്യമായിട്ട് വരയ്ക്കുക. 2 കോളം. എന്തിനാ 2 കോളം എന്നറിയോ? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ 2 കോളം വരച്ചു. ഫസ്റ്റ് കോളത്തിൽ ഇയർ എഴുതും, സെക്കൻഡ് കോളത്തിൽ പ്രോഫിറ്റ് എഴുതും. ഫസ്റ്റ് ഇയർ ഏതാണ് ഇവിടുത്തെ? ഫസ്റ്റ് ഇയർ 2013 ഫസ്റ്റ് ഇയർ അല്ലേ? 2013 എത്ര പ്രോഫിറ്റ് ഉണ്ട്? 4 ലക്ഷം. ഞാനത് എഴുതുകയാണ്. 2013 4 ലക്ഷം. ഓക്കെ, അടുത്ത പ്രോഫിറ്റ് ഏതാ? 2014 അല്ലേ? 2014 3,98,000. 2014 3,98,000. അടുത്ത ഇയർ ഏതാ? 2015 അല്ലേ? 2015 4,50,000. 2015 4,50,000. ക്ലിയർ? അടുത്ത ഇയർ ഏതാ? 2016 അല്ലേ? 2016 4,40,000. 2016 4,40,000. അടുത്ത ഇയർ ഏതാ? 2017 അല്ലേ? 2017 5 ലക്ഷം. 2017 5 ലക്ഷം. ഇങ്ങനെ 5 വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ ആദ്യം എടുത്തെഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ ഒന്ന് കണ്ടുപിടിക്കണം. ഈ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ 4 ലക്ഷം പ്ലസ് 3,98,000 പ്ലസ് 4,50,000 പ്ലസ് 4,45,000 പ്ലസ് 5 ലക്ഷം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 21,93,000 ഈ ഫേമിൻ്റെ മൊത്തം പ്രോഫിറ്റ് 5 വർഷത്തെ. നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് അല്ല വേണ്ടത്, ഒരു ആവറേജ് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം എത്ര പ്രോഫിറ്റ് എന്ന് ആദ്യം എഴുതുക. അതിന് വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോഫിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട് 21,93,000. പിന്നെ എത്ര വർഷമാണ് നമ്മുടെ ഇയേഴ്സ് ഉള്ളത്? നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷമാണ് ഈ പ്രോഫിറ്റ് ഉള്ളത്? 5 വർഷത്തെ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 21,93,000 എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ പ്രോഫിറ്റാണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു വർഷത്തെ ഒരു ആവറേജ് എത്രയായിരിക്കും? 4,38,600 ആവറേജ് പ്രോഫിറ്റ്. ഇതാണ് ആ ഫേമിൻ്റെ ആവറേജ് പ്രോഫിറ്റ്. ഈ ആവറേജ് പ്രോഫിറ്റ് അല്ല ഗുഡ്വില്ല് എന്ന് പറയുന്നത്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അത് എത്ര വർഷം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എത്രയാണ് പർച്ചേസ്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്ര വർഷത്തെ പർച്ചേസ് ആണ്? 4 വർഷമാണ്. ക്വസ്റ്റ്യനുണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 4,38,600 ആവറേജ്. 4 വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 17,54,400 ഫേമിൻ്റെ ഗുഡ്വില്ലായിട്ട് നമുക്ക് കിട്ടുക. ഇതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കേസ്. 17,54,400. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് അല്ല പറഞ്ഞത്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. നമുക്ക് നോക്കാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 5 വർഷത്തെ പ്രോഫിറ്റാണ്.
2012-13 വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ ആണ് 20,000 പ്രോഫിറ്റ്. 13-14 24,000 പ്രോഫിറ്റ്. 14-15 30,000 പ്രോഫിറ്റ്. 15-16 25,000 പ്രോഫിറ്റ്. 16-17 18,000 പ്രോഫിറ്റ്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഗുഡ് വില്ലാണ് അല്ലേ. ഇവിടെ ഡയറക്റ്റ് പോയിട്ട് ആവറേജ് പ്രോഫിറ്റ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചോണം. 3 വർഷത്തെ പർച്ചേസാണ്. അപ്പോൾ ലാസ്റ്റ് ആ ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ 3 ഗുണിക്കാം. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് കണ്ടാണ് നേരെ ചാടരുത്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അത് വെയ്റ്റ് എടുക്കണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് ക്വസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് സോൾവ് ചെയ്യുക. വെയ്റ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5. ക്വസ്റ്റിൽ തന്നാൽ അത് എടുക്കുക, തന്നിട്ടില്ലെങ്കിൽ 1 2 3 4 5 ഓർഡർ എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനൊക്കെ പഠിച്ചില്ല, അവിടെയൊക്കെ പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിരുന്നു. ആ ഒരു രീതി തന്നെയാണ്. നോക്കാം മക്കളെ. ഇത്തരം ഷീറ്റ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ 4 കോളം. ആവറേജ് പ്രോഫിറ്റ് ആകുമ്പോൾ 2 കോളല്ലേ വരച്ചത്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ 4 കോളം. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പ്രോഫിറ്റ്, മൂന്നാമത്തെ കോളം എന്താണെന്നറിയോ, വെയ്റ്റ്. എന്നിട്ട് അതിൻ്റെ ആൻസറിന് വെയ്റ്റ് അപ്ലൈ ചെയ്തിട്ടുന്ന ആൻസറിന് പ്രൊഡക്റ്റ് എന്നാണ് പറയുക. പ്രൊഡക്റ്റ് എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് കോളം എന്താണ്, ഇയർ. സെക്കൻഡ് കോളം എന്താണ്, പ്രോഫിറ്റ്. തേർഡ് കോളം എന്താണ്, വെയ്റ്റ്. ലാസ്റ്റ് കോളം എന്താണ്, പ്രൊഡക്റ്റ്. ഇതിന് ആൻസറാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഇയർ എഴുതണം. ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയാൽ മതി. നോക്കാം. 2012-13 ഫസ്റ്റ് ഇയർ അല്ലേ. 2012-13 20,000 എഴുതാം. 2012-13 20,000. അടുത്ത വർഷം 2013-14 24,000. 2013-14 24,000. അടുത്ത വർഷം നോക്കാം. 2014-15 2014-15 30,000. 2014-15 30,000 വരും. അടുത്ത ഇയർ നോക്കാം. 2015-16 2015-16 25,000. 2015-16 25,000. ലാസ്റ്റ് ഒരു വർഷം കൂടെ ഉണ്ട്. 2016-17 2016-17 18,000. 2016-17 18,000. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ, അടുത്ത സ്റ്റെപ്പ് വെയിറ്റ് എഴുതണം. വെയിറ്റ് ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 1 2 3 4 5 ആണ് ഓർഡർ. അപ്പോൾ വെയിറ്റ് കൊടുക്കുക. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 വെയിറ്റ് കൊടുത്തു. ഇനി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ, ഈ പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 20,000 ഒന്നോട് ഗുണിക്കുക. അപ്പോൾ 20,000 തന്നെയാണ് പ്രൊഡക്റ്റ് ഇവിടെ. 24,000 2 ഗുണിക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എത്രയാണ്, 48,000 കിട്ടും. 30,000 3 ഗുണിക്കുക. അപ്പോൾ 90,000 കിട്ടും. 25,000 4 ഗുണിക്കുക. അപ്പോൾ 1,00,000 കിട്ടും. 18,000 5 ഗുണിക്കുക. അപ്പോൾ നമുക്ക് 90,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ, ഈ ടോട്ടൽ വെയിറ്റും കൂട്ടുക, അതുപോലെ പ്രൊഡക്റ്റും ടോട്ടൽ എടുക്കുക. അപ്പോൾ എങ്ങനെ ടോട്ടൽ ചെയ്യാന്നറിയാം, വെയിറ്റ് കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടുക, 1 + 2 കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ കഴിയുമ്പോൾ കൂട്ടി വെക്കുക. 1 + 2 + 3 + 4 + 5 15 കിട്ടും. അതായത് 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15. ഇതാണ് ടോട്ടൽ വെയിറ്റ്. നമുക്കിനി ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രോഡക്റ്റ് കൂട്ടുമ്പോൾ 20,000 ഉണ്ട്, ഇവിടെ 48,000 ഉണ്ട്. 20,000 + 48,000 + 90,000 ഉണ്ട്. 90,000 + 1,00,000 ഉണ്ട്. 1,00,000 + 90,000 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3,48,000 കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ്. ക്ലിയർ? ഈ ടോട്ടൽ പ്രൊഡക്റ്റും ടോട്ടൽ വെയിറ്റും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ അറിയോ, ടോട്ടൽ പ്രൊഡക്റ്റ് എത്ര നോക്കുക, ടോട്ടൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. 3,48,000 ടോട്ടൽ പ്രൊഡക്റ്റ്, ടോട്ടൽ വെയിറ്റ് 15 ആണ്. ഇത് ഡിവൈഡ് ചെയ്യാം കേട്ടോ, ഡിവൈഡ് ചെയ്യാം. 3,48,000 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടും, 23,200 ആണ്. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. നമ്മൾ
വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഗുഡ് വില്ല് കാണാമെന്നറിയോ? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്ര വർഷത്തെ പർച്ചേസ് ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 23,200 നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എത്രയെന്ന് അറിയോ? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മുടെ ക്വസ്റ്റ്യനുണ്ട് 3 വർഷമാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഓക്കെ, ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 23,200 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ഗുഡ് വില്ല് 69,600 എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് നമുക്ക് വരും. ഇതാണ് നമ്മുടെ ഫേമിൻ്റെ ഗുഡ് വിൽ 69,600. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇവിടെ ഫേമിൻ്റെ ഗുഡ് വില്ല് കാണാനാണ് പറയുന്നത്. ഓക്കെ, ഏത് മെത്തേഡാണ്? 3 വർഷത്തെ പർച്ചേസാണ്. അപ്പോൾ ലാസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് മെത്തേഡാണ്? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ലാസ്റ്റ് 4 ഇയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ദ പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 4 ഇയേഴ്സ്. കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2012 20,200, 2013 24,800, 2014 20,000, 2015 30,000. വെയിറ്റ് തന്നിട്ടുണ്ട്, ഓരോ വർഷത്തെയും വെയിറ്റ്. ദ വെയിറ്റ് അസൈൻഡ് ടു ഈച്ച് ഇയർ. 2012 1, 13 2, 14 3, 15 4 വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് കൊണ്ട് ഈ പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് കിട്ടും. ഇത് നമ്മൾ ചെയ്ത്. പക്ഷേ ഇവിടെ കുറേ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. ഇത് നമുക്കൊരു കല്ലുകടിയാണ്. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. നോക്കാം എന്തൊക്കെയാണ്. 3 രീതിയിലുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. ഈ ഇൻഫോർമേഷൻ നമ്മൾ നോക്കണം. ആദ്യം നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിക്കോളാം. ഓൺ സെപ്റ്റംബർ 1, 2014. 2014 എന്ന് പറഞ്ഞാൽ ഇതാ ഈ വർഷം 20,000 അന്നത്തെ പ്രോഫിറ്റ് കേട്ടോ. ഓൺ സെപ്റ്റംബർ 1, 2014. അപ്പോൾ 2014 പ്രോഫിറ്റ് എത്ര അറിയാലോ? 20,000. എ മേജർ പ്ലാന്റ് റിപ്പയർ. ഒരു വലിയ പ്ലാന്റ് റിപ്പയർ നടന്നു. ഒരു പ്ലാന്റിന് വലിയൊരു റിപ്പയർ നടക്കുകയാണ്. 2014 ഒരു റിപ്പയർ നടന്നു. ക്ലിയർ, റിപ്പയർ നടന്നു. വാസ് അണ്ടർടേക്കൻ. ഒരു റിപ്പയർ നടന്നത് എത്ര രൂപേൻ്റെ റിപ്പയർ ആണ്? 6,000 രൂപ. അപ്പോൾ 2014 ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ എക്സ്പെൻസ് ആണ് പ്ലാന്റിൻ്റെ റിപ്പയർ. ഓക്കെ ഫൈൻ. വിച്ച് വാസ്, അത് ചാർജ്ഡ് ടു റവന്യൂ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയാം മക്കളെ? റവന്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. റവന്യൂ ആയിട്ട് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റിനെ ബാധിക്കും. ക്ലിയർ അല്ലേ പോയിന്റ്? അപ്പോൾ അന്നത്തെ പ്രോഫിറ്റ് എത്രയാണ്? 2014 പ്രോഫിറ്റ് 20,000 അല്ലേ? ആണല്ലോ. അപ്പോൾ 2014 പ്രോഫിറ്റ് 20,000 ആണ്. ഈ 20,000 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസും ഇൻകവും കമ്പയർ ചെയ്തിട്ട് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് 6,000 രൂപ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? 2014 നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 20,000 ആണ്. ഈ 20,000 പ്രോഫിറ്റ് കിട്ടുന്നത് ആഫ്റ്റർ ചാർജിങ് 6,000 ആണ്. 6,000 രൂപ എക്സ്പെൻസ് കുറച്ചതിന് ശേഷമാണ് 20,000 പ്രോഫിറ്റ് കിട്ടുന്നത്. മനസ്സിലാക്കണം. റവന്യൂ ആയിട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ 6,000 കുറഞ്ഞിട്ടാണ് 20,000 വന്നത്. ഓക്കെ, നെക്സ്റ്റ്. ദ സെഡ് സം, അതായത് 6,000 രൂപ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റം അല്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റമാണ്. റവന്യൂ നാച്ചർ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലും. അത് കൃത്യമായിട്ട് പഠിച്ചോളാം. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഗുഡ് വിൽ കാൽക്കുലേഷൻ. ഗുഡ് വിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് അറിയോ? വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. എന്താണ് പഠിക്കേണ്ടത്? 20,000 രൂപ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചത്. സോ അതിൻ്റെ ഭാഗമായിട്ട് 20,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. സോ ശരിക്കുള്ള പ്രോഫിറ്റ് 26,000 ആണ് വരേണ്ടത്. 26,000. കാരണം 6,000 കുറയാൻ പാടില്ല. അത് പ്ലാന്റിൻ്റെ റിപ്പയറാണ്. അസറ്റിൻ്റെ റിപ്പയർ ഒക്കെ, അസറ്റുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ റിപ്പയർ നമുക്ക് റവന്യൂ ആയിട്ട് കാണിക്കാം. പക്ഷേ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടു ബി ക്യാപിറ്റലൈസ്ഡ്. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചങ്ങോട്ടേ ആഡ് ചെയ്യണം. അത് അതിൽ കുറഞ്ഞെടുക്കാൻ പാടില്ല. പ്രോഫിറ്റ് തിരിച്ചങ്ങോട്ടേ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, സബ്ജക്റ്റ് ടു അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അത് ഡിപ്രീസിയേഷനെയും ബാധിക്കും. 10% ഡിപ്രീസിയേഷൻ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്.
അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. നോക്കാം. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർ ദ ഇയർ 2013 ക്ലോസിംഗ് സ്റ്റോക്ക് 2400 റുപ്യ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. 2400 റുപ്യ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുക നമുക്ക് പഠിക്കാം. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ടു കവർ മാനേജ്മെൻറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ആനുവൽ ചാർജ് മാനേജ്മെൻറ്റ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആനുവലി നമുക്ക് എക്സ്പെൻസ് 4800 റുപ്യ വരുന്നുണ്ട്. ഷുഡ് ബി മെയ്ഡ് ഫോർ പർപ്പസ് ഓഫ് ഗുഡ് വിൽ വാല്യൂഷൻ. അപ്പോൾ അത്രയും എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ തന്നിട്ടുള്ള പ്രോഫിറ്റ് ഒന്നുമല്ല റിയൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റിൽ എന്ന പ്രോഫിറ്റാണ്. അതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുണ്ട്. സോ നമ്മൾ ആദ്യം ഇത്തരം ക്വസ്റ്റ്യനിൽ കണ്ടാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് അറിയോ? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനത് എഴുതുകയാണ്. കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. എങ്ങനെയാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഞാൻ എഴുതണ നോക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ പർട്ടിക്കുലേഴ്സ് എഴുതും. പിന്നെ ഏതൊക്കെയാണ് വർഷം അവിടെ ഉള്ളത്? 2012, 13, 14, 15 ഈ 4 വർഷം. 2012, 2013, 2014, 2015. 2012, 2013, 2014, 2015. നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് കോസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ എഴുതാം പ്രോഫിറ്റ്. നമുക്ക് തന്ന പ്രോഫിറ്റ് ആദ്യം എടുത്ത് എഴുതാം. ഇത് ശരിക്കുള്ള പ്രോഫിറ്റ് അല്ല കേട്ടോ, ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് തന്ന പ്രോഫിറ്റ് എത്രയാണ്? 2012 20,200. 2012 20,200 നമുക്ക് തന്ന പ്രോഫിറ്റ്. 2013 നമുക്ക് 24,800 തന്ന പ്രോഫിറ്റ്. 2013 24,800. 2014 നമുക്ക് തന്ന പ്രോഫിറ്റ് എത്രയാണ്? 20,000. 2014 നമുക്ക് തന്ന പ്രോഫിറ്റ് 20,000. 2015 നമുക്ക് തന്ന പ്രോഫിറ്റ് എത്രയാണ് മക്കളെ? 30,000. ഇങ്ങനെ നമുക്ക് തന്ന പ്രോഫിറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു 30,000. ഇനി നമ്മൾ ശരിക്കുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനെയാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? ഇവിടെ ഞാൻ ആദ്യം ഇത് എടുക്കുകയാണെന്ന്. ഇതെന്തുകൊണ്ടാണ് ഈ മൂന്നാമത് എടുക്കണമെന്ന് ചോദിച്ചാൽ ഇത് ആനുവൽ ചാർജാണ്. ആനുവൽ ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉള്ള ചാർജ് എന്നാണ് അർത്ഥം. എല്ലാ വർഷവും ഒരു 4,800 റുപ്യ നമുക്ക് എന്ത് വരുന്നുണ്ട് അറിയോ? മാനേജ്മെൻറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷുഡ് ബി മെയ്ഡ്, അത് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ആ ആനുവൽ ചാർജ് നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം. സോ ഞാനിവിടെ എഴുതുകയാണ്, ഇതല്ല ശരിക്കുള്ള പ്രോഫിറ്റ് ലെസ് മാനേജ്മെൻറ്റ് കോസ്റ്റ് എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മുടെ ശരിക്കുള്ള പ്രോഫിറ്റ് അല്ല, അതും കൂടെ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ആനുവൽ ചാർജ് മാനേജ്മെൻറ്റ് കോസ്റ്റ് ആനുവലി നമുക്ക് 4,800 ഷുഡ് ബി മെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് നമ്മൾ ഇത് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 4,800 എല്ലാ വർഷവും നമ്മൾ കുറക്കുകയാണ്. 4,800 ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2012 20,200 നിന്ന് 4,800 നമ്മൾ കുറക്കുന്നു. അപ്പോൾ നമുക്ക് 15,400 കിട്ടും. 2013 24,800 നിന്ന് 4,800 കുറക്കുന്നു. അപ്പോൾ നമുക്ക് 20,000 കിട്ടും. 2014 20,000 നിന്ന് 4,800 കുറക്കുന്നു. അപ്പോൾ നമുക്ക് 15,200 കിട്ടും. 2015 30,000 നിന്ന് 4,800 കുറക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25,200 കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന പിന്നെയുള്ള എമൗണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് എല്ലാം ചെയ്യാനുണ്ട്. ഓൺ സെപ്റ്റംബർ 1 2014, അപ്പോൾ 2014 മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അവിടെ മാത്രം നോക്കിയാൽ മതി.
അതിലാണല്ലോ വരിക സെപ്റ്റംബർ 1. എ മേജർ പ്ലാന്റ് റിപ്പയർ, ഒരു പ്ലാന്റിൻ്റെ റിപ്പയർ നടന്നു, 6000 രൂപയുടെ റിപ്പയർ നടന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. വിച്ച് വാസ് ചാർജ്ഡ് ടു റവന്യൂ, അത് എന്തായിട്ട് കാണിച്ചു? എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അതായത് പ്രോഫിറ്റിൽ കുറച്ച് കാണിച്ചു എന്നാണ്. എക്സ്പെൻസ് ആണ്, ഇൻകം ആണെങ്കിൽ പ്രോഫിറ്റിൽ കൂട്ടി കാണിക്കും, എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് കുറഞ്ഞെടുക്കും. അപ്പോൾ ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. ദ സെഡ് സം, ആ ഒരു എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. അത് ശരിക്ക് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യണം. സോ നമ്മളെ പ്രോഫിറ്റിൽ ആ എമൗണ്ട് കുറഞ്ഞെടുക്കുകയാണ് അല്ലേ 2014. നമ്മളത് റവന്യൂ ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് കുറഞ്ഞെടുക്കായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000 കുറഞ്ഞെടുക്കുക. അപ്പോൾ തിരിച്ചത് അങ്ങോട്ട് തന്നെ ആഡ് ചെയ്യണം. ആഡ് റിപ്പയർ ഓഫ് പ്ലാന്റ്, റിപ്പയർ ഓഫ് പ്ലാന്റ്, പ്ലാന്റിൻ്റെ റിപ്പയർ ക്യാപിറ്റലൈസ്ഡ്. എത്ര രൂപ തിരിച്ചങ്ങോട്ട് തന്നെ ആഡ് ചെയ്യണം? 6000 ഞാൻ അങ്ങോട്ട് തന്നെ ആഡ് ചെയ്തു. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എക്സ്പെൻസ് ആയിട്ട് കാണിച്ചുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞെടുക്കായിരിക്കും. അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? ഇവിടെ 15,400 തന്നെ ആയിരിക്കും, ഇവിടെ 20,000 തന്നെ ആയിരിക്കും. ഇവിടെ 15,200ലേക്ക് ഒരു 6000 തിരിച്ചങ്ങോട്ട് തന്നെ ആഡ് ചെയ്യുമ്പോൾ 21,200 കിട്ടും. ഇവിടെ 25,200 തന്നെ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ഇനി എന്താ സംഭവിക്കുക നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ. പിന്നെ അവിടെ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. മക്കളെ, ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 6000 രൂപ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അസറ്റായിട്ട് കാണിക്കുക എന്നാണ് അർത്ഥം. പ്ലാന്റിൻ്റെ കൂടെ കൂട്ടി കാണിക്കുക എന്നാണ്. സോ 6000 രൂപയുടെ ഡിപ്രീസിയേഷനും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം അത് ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ലേ, 10% ഒരു വർഷം. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കറക്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 1, 2014 അല്ലേ. അപ്പോൾ 2014 ഇനി എത്ര മാസം ബാക്കിയുണ്ട്? 2014 സെപ്റ്റംബർ അല്ലേ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ 1 മുതലാകുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാണിക്കുക? 6000 ആണ് നമ്മുടെ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാണിക്കണം. അസറ്റായിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ എത്ര ഉണ്ടാവും? 600 ഉണ്ടാവും. ഇൻറ്റു ഇനി എത്ര മാസമേ ഉള്ളൂ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 4/12 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 6000 ഇൻറ്റു 10% ഇൻറ്റു 4/12, 200 രൂപ ഡിപ്രീസിയേഷൻ കാണിക്കണം. സോ ഡിപ്രീസിയേഷൻ കാണിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് കുറയ്ക്കണം. ലെസ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ ഇവിടെ 200 രൂപ കുറക്കുക. മക്കളെ, ഇതിൻ്റെ അടുത്ത വർഷം ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ലേ? അടുത്ത വർഷം എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അടുത്ത വർഷം എങ്ങനെ കാണുമെന്നറിയോ? 6000 അല്ലേ ഉള്ളത്. ഇത് ഏത് മെത്തേഡ് നോക്കിയേ? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലേ. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 രൂപ ഡിപ്രീസിയേഷൻ കുറച്ചില്ലേ, കുറച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 5800. ഇതിൻ്റെ മേലാണ് അടുത്ത വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. കാരണം ഇത് ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല, അത് പുതിയതായിട്ട് നമ്മൾ അസറ്റായിട്ട് കാണിച്ചാണ്. അപ്പോൾ അതിൻ്റെ 10% എത്ര ഉണ്ടാവും? 5800ൻ്റെ 10% 580 ഇവിടെ വരിക. അത് ഇവിടെയും കുറക്കുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 15,400 തന്നെ ആയിരിക്കും, ഇവിടെ 20,000 തന്നെ ആയിരിക്കും. ഇവിടെ 21,200 200 ഡിപ്രീസിയേഷൻ കൂടെ ചാർജ് ചെയ്യുമ്പോൾ 21,000 ആയിട്ട് മാറും. 25,200 നിന്ന് 580 നമ്മൾ കുറക്കണ സമയത്ത് ഇവിടെ 24,620 മാറും. ക്ലിയർ? ഇനി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ബാക്കിയുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റോട് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർ ദ ഇയർ 2023. അപ്പോൾ നമ്മൾ 2013 ഫോക്കസ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 2,400 രൂപ കൂട്ടി കാണിച്ചു. മക്കളെ, 2,400 രൂപ സ്റ്റോക്ക് കൂടിയാൽ എന്താ സംഭവിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനമല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതുക, അതൊക്കെ അറിയുന്നല്ലേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റിലാണ് എഴുതുക. നിങ്ങൾ +1 മുതൽ പഠിക്കുന്നത്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനം. ബാക്കിയുള്ള സാധനം നമ്മൾ കൂടിക്കാണിച്ചാൽ, വാല്യൂ കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടും. നമ്മൾ പ്രോഫിറ്റ് കൂട്ടണം. ആഡ് നമുക്ക് നോക്കാം എത്രയാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി കൂട്ടി കാണിച്ചു പറഞ്ഞിട്ട് നോക്കണേ. ഓവർ വാല്യൂഡ് ബൈ 2,400, 2,400 രൂപ കൂട്ടി കാണിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രോഫിറ്റ് കൂടി കിടക്കുകയാണ്. അപ്പോൾ കൂടി കിടക്കുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആക്കണമെങ്കിൽ കുറക്കുകയാണ് വേണ്ടത് കേട്ടോ. ലെസ് ഓവർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഓവർ വാല്യൂ അല്ലേ, അപ്പോൾ അത് കുറക്കുക. ഓവർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി കിടക്കുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി കിടക്കുമ്പോൾ പ്രോഫിറ്റ് കൂടി കിടക്കുകയാണ് 2,400. അത് 2013. സോ കുറക്കുക, കുറച്ചു. നമ്മളിത് ബാലൻസ് ചെയ്യുക. ഇവിടെ എത്ര കിട്ടും? 15,400. ഇവിടെ 20,000 നിന്ന് 2,400 കുറക്കുക. അപ്പോൾ നമുക്ക് 17,600 കിട്ടും.
ഇവിടെ 21,000, ഇവിടെ 24,620. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് മക്കളെ. 2013 ക്ലോസിംഗ് സ്റ്റോക്ക് 2014 എന്ത് സ്റ്റോക്കാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? 2013 ക്ലോസിംഗ് സ്റ്റോക്ക് 2014 ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കിടക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കിടക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? കൂടി കിടക്കാവൂലേ? 2013 ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കിടക്കുകയാണെങ്കിൽ 2014 ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടി കിടക്കായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടി എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആയിട്ട് കൂടുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് കുറയും. അപ്പോൾ ആ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കണം. ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടി കിടക്കായിരുന്നു. ആ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കറക്റ്റ് ആക്കണം. അപ്പോൾ 2,400 രൂപ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം പ്രോഫിറ്റ് കുറഞ്ഞെടുക്കണം ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ട്രീറ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. ഇവിടെ 15,400 വരും, ഇവിടെ 17,600 വരും, ഇവിടെ 23,400 വരും, ഇവിടെ 24,620 വരും. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. 15,400, 17,600, 23,400, 24,620. യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് 4 കോളം വരയ്ക്കണം അല്ലേ? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ചെയ്യാൻ എത്ര കോളം വേണം? 4 കോളം. 4 കോളം വരച്ചു. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പ്രോഫിറ്റ്, തേർഡ് കോളം വെയ്റ്റ്. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പ്രോഫിറ്റ്, തേർഡ് കോളം വെയ്റ്റ്, ലാസ്റ്റ് കോളം പ്രൊഡക്റ്റ്. ഇങ്ങനെ 4 കോളം നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇയർ എഴുതണം. ഏതൊക്കെയാണ് നമ്മുടെ ഇയർ? 2012, 13, 14, 15. 2012, 2013, 2014, 2015. പ്രോഫിറ്റ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതാ. ഇതാണ് എഴുതേണ്ടത്. 15,400 ഇവിടുത്തെ പ്രോഫിറ്റ്, 17,600 ഇവിടുത്തെ പ്രോഫിറ്റ്, 23,400 ഇവിടുത്തെ ശരിക്കുള്ള പ്രോഫിറ്റ്, 24,620 ഇവിടുത്തെ പ്രോഫിറ്റ്. ഇനി വെയിറ്റ് എഴുതണം. വെയിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ വെയിറ്റ് എടുക്കാൻ പറഞ്ഞത് 2012 1, 2, 3, 4 ഓർഡറിൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 1, 2, 3, 4. 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ഇങ്ങനെ ഓർഡറിൽ എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. 15,400 ഇൻറ്റു 1 15,400, 17,600 ഇൻറ്റു 2 35,200, 23,400 ഇൻറ്റു 3 70,200, 24,620 ഇൻറ്റു 4 98,480. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്താൽ മതി. ടോട്ടൽ വെയിറ്റ് എടുക്കുക, ടോട്ടൽ പ്രൊഡക്റ്റ് എടുക്കുക. 1 + 2 3, 3 + 3 6, 6 + 4 10. ടോട്ടൽ വെയിറ്റ് 10. ടോട്ടൽ പ്രൊഡക്റ്റ് ചെയ്യുക. 15,400 പ്ലസ് 35,200 പ്ലസ് 70,200 പ്ലസ് 98,480 ചെയ്യുമ്പോൾ നമുക്ക് 2,19,280 കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 2,19,280 ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ വെയ്റ്റ് 10 ഡിവൈഡ് ബൈ 10 ചെയ്താൽ നമുക്ക് 21,928 കിട്ടും. ഇനി ഇതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു 21,928 ഇൻറ്റു 3 3 വർഷമല്ലേ ചെയ്യുമ്പോൾ 65,784 ഗുഡ് വില്ലായിട്ട് നമുക്ക് കിട്ടുക. 65,784 ഇതാണ് നമ്മുടെ ഗുഡ് വിൽ.
സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചു, അതിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് പഠിച്ചു, അതിൽ വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിച്ചു. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് സാറേ സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ഫേം ഉണ്ടാക്കേണ്ട പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ്, ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഫേം ഉണ്ടാക്കേണ്ട നോർമൽ പ്രോഫിറ്റ്, അതായത് ഫേം ഉണ്ടാക്കേണ്ട പ്രോഫിറ്റിനെ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഉണ്ടാക്കേണ്ട നോർമൽ പ്രോഫിറ്റ് 15,000 എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ആ ഫേം ഉണ്ടാക്കിയിട്ടുള്ള ആക്ച്വൽ പ്രോഫിറ്റ് 20,000 എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫേം എക്സ്ട്രാ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? 5,000. ഈ എക്സ്ട്രാ ഉള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ആ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, സൂപ്പർ പ്രോഫിറ്റിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ആദ്യം അറിയണം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കേണ്ട ലാഭം എത്രയാണോ ഉണ്ടാക്കിയ ലാഭം എത്രയാണോ തമ്മിലുള്ള കമ്പാരിസൺ. ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിയത് ഇത് തമ്മിലുള്ള കമ്പാരിസൺ. എന്നിട്ട് എത്ര രൂപ എക്സ്ട്രാ ഉണ്ടാക്കി, അതാണ് സൂപ്പർ പ്രോഫിറ്റ്. ആ സൂപ്പർ പ്രോഫിറ്റിന് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് വില്ല് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ രണ്ട് പ്രോഫിറ്റ് അറിയണം. ഏതാണ് രണ്ട് പ്രോഫിറ്റ്? നോക്കാം. രണ്ട് പ്രോഫിറ്റ് മക്കളെ. ഒന്ന് ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ ആക്ച്വൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയാണ്? ഇതാണ് ആക്ച്വൽ പ്രോഫിറ്റ്. അതൊരു 20,000 ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആക്ച്വൽ പ്രോഫിറ്റ്. എന്നാൽ നമ്മൾ ഉണ്ടാക്കേണ്ട നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഫേമിന് നോർമലി നമ്മൾ ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15,000 ആണെന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പർ എത്രയാണ്? സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. 20,000 ആക്ച്വൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ് 15,000 ആണ്. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 5,000 ആണ്. അപ്പോൾ നമുക്ക് ഈ ആക്ച്വൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തരുമോ എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യനിൽ തരും, ചില ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 വർഷത്തെ പ്രോഫിറ്റ് തരും. 5 വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ അവിടെ ആക്ച്വൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ പകരം എന്താ എടുക്കാൻ പറ്റുള്ളൂ? ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ശരിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ഡിഫറെൻറ്റ് പ്രോഫിറ്റ് തരും. ആ ഡിഫറെൻറ്റ് പ്രോഫിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ആക്ച്വൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. സോ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്. ഒറ്റ പ്രോഫിറ്റ് ഉള്ളൂ തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയും. ഒരുപാട് വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ ആവറേജ് എടുക്കുക. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നമ്മളുടെ നോർമലിൽ ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് പ്രോഫിറ്റ് കാണാൻ നമ്മൾ പഠിച്ചു സാറേ. നമ്മൾ പഠിച്ചു, അത് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നോർമൽ പ്രോഫിറ്റ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഫസ്റ്റ് അതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ ഒരു ഡൗട്ട് വരും, എന്താണ് സാറേ ക്യാപിറ്റൽ എംപ്ലോയിഡ്? എന്താണ് ക്യാപിറ്റൽ? ഇത് ക്വസ്റ്റ്യനിൽ തരും. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ് സാറേ ക്യാപിറ്റൽ എംപ്ലോയിഡ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിലേക്ക് വന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഒരു ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഫണ്ട് എത്ര രൂപ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, ആ എമൗണ്ട്, അതിനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതായത് ബിസിനസ്സിലേക്ക് വന്ന കോൺട്രിബ്യൂഷൻ ഒരു 2 ലക്ഷമാണെന്ന് ചിന്തിച്ചോ. 2 ലക്ഷം, ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. 2 ലക്ഷം. ഈ 2 ലക്ഷത്തിൻ്റെ 10% എങ്കിലും നമ്മൾ ലാഭം ഉണ്ടാക്കണം. അതാണ് 2%-ൻ്റെ 10% ലാഭം ഉണ്ടാക്കണം 2 ലക്ഷത്തിൻ്റെ. അപ്പോൾ 2 ലാക്കാണ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതിന് 10% നോർമൽ പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? ഇൻറ്റു 10% 20,000 ഉണ്ടാവും. ഇതാണ് നമ്മുടെ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡിന് ഒരു പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് നോർമൽ പ്രോഫിറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ മേലെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, നോർമലി ഉണ്ടാക്കേണ്ട ലാഭം, അതാണ് നോർമൽ പ്രോഫിറ്റ്. അതിൽ നിന്ന് ആവറേജ് പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എടുത്ത് എക്സ്ട്രാ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുന്നത് ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കാണുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ദ ബുക്സ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസിൻ്റെ അക്കൗണ്ട്സ് ബുക്കിൽ ഷോഡ് ദാറ്റ് കാണിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട് ഓൺ December 31, 2015 December 31 ഉള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷമാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യൻ ഉണ്ട്.
ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മുടെ ക്വസ്റ്റ്യനുണ്ട്. എന്നാൽ ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് അല്ല. 2010 40,000, 12 50,000. മക്കളെ ഇവിടെ നിങ്ങൾ 2011 കൊടുത്താൽ മതി കേട്ടോ. 2011 40,000, 2012 50,000, 2013 55,000, അങ്ങനെ പോയിട്ട് 2015 വരെയുള്ള പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത്തരം കേസിൽ നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി ആവറേജ് പ്രോഫിറ്റ് കാണണം. യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇവിടെ വാല്യൂ ഓഫ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ 3 വർഷത്തെ പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മെത്തേഡ് ഉപയോഗിക്കേണ്ടത് സൂപ്പർ പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അല്ല, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അല്ല, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ലാഭം 10%. മക്കളെ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷത്തിലെ അതിൻ്റെ 10% എന്ത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, നോർമലി ഉണ്ടാക്കേണ്ട ലാഭം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കാണേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് ഗുഡ് വിൽ കാണാൻ പറ്റുള്ളൂ. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്. ഇവിടെ ആക്ച്വൽ പ്രോഫിറ്റ് ഇല്ല, ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാണേണ്ടി വരും, മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, കോളം വരച്ച് ചെയ്യാം, കോളം വരയ്ക്കാതെ ചെയ്യാതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ടോട്ടൽ പ്രോഫിറ്റ് കാണണം. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട്. ഈ 5 വർഷത്തെ പ്രോഫിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം എത്രയാണ് പ്രോഫിറ്റ്. ഇവിടെ ഫസ്റ്റ് ഇയറിൽ 40,000 പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് 85,000. നമുക്ക് എഴുതാം 40,000 പ്ലസ് പിന്നെ ഏതാ 40,000 പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ 85,000. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. 80,000 അല്ല 85,000. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് നോക്കാം. 40,000 പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് 85,000. 3 ലക്ഷമാണ് ഈ ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി 3 ലക്ഷം. നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷമുണ്ട്? 1 2 3 4 5 വർഷത്തെ പ്രോഫിറ്റ് ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. 3 ലക്ഷം ബൈ 5 ഈസ് ഈക്വൽ ടു 60,000 ആണ് ആ ഫേമിൻ്റെ ആവറേജ് പ്രോഫിറ്റ്. ഈ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ എന്താ കിട്ടാനുള്ളത്? ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടിയില്ലേ, ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റും കൂടെ കിട്ടിയത് കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടൂലേ. അപ്പോൾ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് മക്കളെ, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടോ? ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ്. എന്നാൽ ആ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് നോർമലി കിട്ടുക. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷമാണ്. അതിൻ്റെ 10% NRR, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ 5 ലക്ഷത്തിന് 10%. 5 ലക്ഷം ഇൻറ്റു 10% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50,000 നോർമൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് കിട്ടി. 50,000 നോർമലി ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ്, 60,000 ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്. സോ അവിടെ സൂപ്പർ പ്രോഫിറ്റ് എത്രയുണ്ട്? 10,000 എക്സ്ട്രാ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 60,000 ആവറേജ് പ്രോഫിറ്റ്, എന്നാൽ 50,000 നോർമലി ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ്. സോ 10,000 സൂപ്പർ പ്രോഫിറ്റ്. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഗുഡ് വില്ല് കാണാം. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ഏത് മെത്തേഡാണ് അത് കിട്ടിയില്ലേ? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി അതിനെന്തുകൊണ്ട് ഗുണിക്കുക? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സൂപ്പർ പ്രോഫിറ്റ് 10,000. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ് മക്കളെ? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്?
3 ഇയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്, 3 ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10,000 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30,000 ഈ ഫേമിൻ്റെ ഗുഡ്വില്ലായിട്ട് നമുക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ 30,000 ആൻസറായിട്ട് വരേണ്ടത്. ക്ലിയർ? യെസ്, ഇതാ 30,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അനു ആൻഡ് ബിനു, അനുവിൻ്റെയും ബിനുവിൻ്റെയും ക്യാപിറ്റൽ 1 lakh ആണ്. ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അനുവിൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. അതേപോലെ നമ്മുടെ ബിനുവിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ്. രണ്ടാളുടെ കൂടെ ക്യാപിറ്റൽ 1 lakh ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 15% ആണ്. നെക്സ്റ്റ്, ആനുവൽ സാലറി, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി 6,000 രൂപയാണ് ഒരാൾക്കുള്ള സാലറി. ഇപ്പോൾ രണ്ടാൾക്കുള്ള സാലറി എത്ര ഉണ്ടാവും? 12,000 ഉണ്ടാവും. ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 ഇയേഴ്സ്, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 30,000, 36,000, 42,000, 3 വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തെ പർച്ചേസ് കൊണ്ടാണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് എടുക്കണം. ഇവിടെയും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം, എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് കാണണം. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ മക്കളെ ടോട്ടൽ പ്രോഫിറ്റ് കാണുക? ഇവിടെ 3 പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ 30,000 ഉണ്ട്, 36,000 ഉണ്ട്, 42,000 ഉണ്ട്. 3 വർഷത്തെ പ്രോഫിറ്റ് ആണ്. അത് കൂട്ടുക. 30,000 പ്ലസ് പിന്നെ എത്രയാ? 36,000 പ്ലസ് 42,000. 36,000 പ്ലസ് 42,000. ഇത് 3ഉം കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 30,000 പ്ലസ് 36,000 പ്ലസ് 42,000 ചെയ്ത് കഴിഞ്ഞാൽ 1,08,000 ഈ ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണുക? ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,08,000 ടോട്ടൽ പ്രോഫിറ്റ്. ഇത് 3 വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വർഷത്തെ ആവറേജ് 36,000 ആണെന്ന് മനസ്സിലാവും. ഇതാണ് 1 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് കാണാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഫോർമേഷനും കിട്ടില്ല. അപ്പോൾ നോർമലി ഉണ്ടാക്കേണ്ട ലാഭം എത്രയാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഫേമിൻ്റെ ക്യാപിറ്റൽ 1 lakh അല്ലേ? ആ ഫേം എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം? 15% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സ്പെൻസ് അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റിയാണ്. എന്നാൽ ഇൻട്രസ്റ്റ് ഫേമിൻ്റെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എത്ര രൂപ നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് എക്സ്ട്രാ കൊടുക്കേണ്ട എമൗണ്ട് ആണ് 15%. സോ ഇവിടെ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ഫേം കൊടുക്കണം. ഇത് രണ്ടാളും കൂടെയുള്ള ക്യാപിറ്റലാണ്. അവിടെ ഈച്ച് എന്ന് പറഞ്ഞിട്ടില്ല. 1,00,000 ടോട്ടൽ ക്യാപിറ്റൽ. അതിന് 15% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് 15,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കണം. നെക്സ്റ്റ് അടുത്ത് എന്ന് പറഞ്ഞാൽ ആനുവൽ സാലറി, പാർട്ണർക്ക് സാലറി കൊടുക്കണം. 6,000 രൂപ രണ്ടാൾക്കും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എഴുതാണ് പാർട്ണർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. 6,000 രൂപ സാലറി കൊടുക്കണം. രണ്ടാൾക്കാണ് ഈ സാലറി ഉള്ളത്. സോ 12,000 രൂപ സാലറി കൊടുക്കണം. മക്കളെ നോക്കിക്കുക, ഈ 2 ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 12,000 രൂപ സാലറിയും വേണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15,000 വേണം. ചുരുക്കി പറഞ്ഞാൽ 27,000 രൂപ നമ്മൾ മിനിമം നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ലാഭം. എത്രയാണ്? 27,000. മിനിമം നമ്മൾ ഈ പൈസ കൊടുക്കാനുള്ള പൈസയെങ്കിലും ഉണ്ടാക്കണ്ടേ? നോർമൽ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കണം? അങ്ങനെയാണെങ്കിൽ എത്രയാണ് സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫേം ആക്ച്വൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയാണ് മക്കളെ? ആക്ച്വൽ ഉണ്ടാക്കിയത് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 36,000 അല്ലേ? എന്നാൽ നോർമലി നമ്മുടെ ഫേം എത്ര ഉണ്ടാക്കണം? ഈ 2 സാധനം കൊടുക്കാനാണെങ്കിൽ 27,000 ഉണ്ടാക്കണ്ടേ? 36,000 27,000 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 9,000 അല്ലേ? ഈ 9,000 വിളിക്കുന്ന പേരാണെന്ത്? എക്സ്ട്രാ പ്രോഫിറ്റ്. നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയ ലാഭം, അതാണ് സൂപ്പർ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഗുഡ്വില്ല് കാണാം? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്.
നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് മക്കളെ നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്? എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ? നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച് 9000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2 ആണ്, 2 വർഷത്തെ പർച്ചേസ് ആണ്. സോ 9000 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. 9000 × 2 18,000 ആണ് ഫേമിൻ്റെ ഗുഡ്വിൽ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. ക്ലിയർ അല്ലേ പോയിന്റ്? ഇതാണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലുള്ള 2 ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡ്, അടുത്ത മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് കൂടുതലൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണോ തരുന്ന പെർസെൻറ്റേജ് നേരെ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് വാല്യൂ കിട്ടും, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലും ചെയ്യും, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ പ്രോഫിറ്റിൻ്റെ ബേസിലും ചെയ്യണം. ഓക്കെ, നമുക്ക് 2 രീതിയിലും ചെയ്യാം. എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റിൻ്റെ ബേസിൽ ചെയ്യുക, ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിൽ ചെയ്യുക. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചെറിയ രീതിയിൽ നിങ്ങൾ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചോളാം. ഇതിന് മുമ്പ് പഠിച്ച എല്ലാ മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ പഠിച്ചോളാം, ചോദിച്ചാൽ എഴുതിക്കോളാം. അപ്പോൾ ഒരു ബിസിനസ് ഏൺ ചെയ്തു. എന്ത് ഏൺ ചെയ്തു? ആവറേജ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ആണ്. ഈ ഫേമിൻ്റെ ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണ്. ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, കുറച്ച് വർഷങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് മക്കളെ. ആവറേജ് പ്രോഫിറ്റിൻ്റെ തന്നിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ NRR നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10% ആണ്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഗുഡ്വില്ല് കാണണം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് 1 lakh അല്ലേ? ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നേരെ 10% കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 10% അങ്ങനെ തന്നെ അടിക്കുക. 1 lakh ഡിവൈഡ് ബൈ 10% അടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10 ലക്ഷം കിട്ടും. ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. പിന്നെ ഈ ക്വസ്റ്റ്യൻ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? നെറ്റ് അസറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും അതേപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും സെയിം ആണെന്നുള്ളത് പഠിച്ചു വെച്ചോളാം. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അസറ്റ് തരും, അതേപോലെ ക്വസ്റ്റ്യൻ ലാബിലിറ്റിയും തരും. ഈ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് പഠിച്ചോളൂ കേട്ടോ. അസറ്റും തരും, ലാബിലിറ്റിയും തരും. അപ്പോൾ ഇത് രണ്ടും കുറക്കുക, അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരാണെന്ത്? നെറ്റ് അസറ്റ്. ഇത് അറിഞ്ഞിരിക്കുക. അത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് അസറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും സെയിം ആണ്. അതിന് നെറ്റ് അസറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും തന്നിട്ടില്ലെങ്കിൽ അസറ്റ് ലാബിലിറ്റിയും തരും. അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറക്കുക, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ എംപ്ലോയിഡോ നെറ്റ് അസറ്റോ കണ്ടുപിടിക്കാം. അപ്പോൾ നെറ്റ് അസറ്റ് കിട്ടിയിട്ടുണ്ട് 8,20,000. അതായത് 10 ലക്ഷമാണ് ഈ ഫേമിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അത് ഇനി നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണെന്ത്? 10 ലക്ഷത്തിൽ നിന്ന് 8,20,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1,80,000. ഇതാണ് ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1,80,000. ഇനി സൂപ്പർ പ്രോഫിറ്റ് വെച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 1 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് 82,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ മനസ്സിലാക്കണമെന്ന് അറിയോ? ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യില്ല എന്നറിയോ? നോർമൽ പ്രോഫിറ്റ് തരില്ല. ഫോർ എക്സാമ്പിൾ 8,20,000 ആണ് നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 10% നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എത്രയാണ്? 82,000. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡോ നെറ്റ് അസറ്റോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് NRR ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടൂല. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ ക്വസ്റ്റ്യനിൽ സൂപ്പർ പ്രോഫിറ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നറിയോ? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്. എത്രയാണ്? 1 lakh ആണ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ആണ്. ഇനി നമുക്ക് ഇതിന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടൂലേ? ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും മക്കളെ? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 10% ഉണ്ട്. NRR. അപ്പോൾ നെറ്റ് അസറ്റ് ആണിത്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. നെറ്റ് അസറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ മതി. ക്ലിയർ അല്ലേ? പോയിന്റ് മറക്കൂലല്ലോ അത്. അപ്പോൾ നെറ്റ് അസറ്റ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് 10% എടുത്താൽ 8,20,000 അല്ലേ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. അതിൻ്റെ 10% എടുത്താൽ എത്ര കിട്ടും? നമുക്ക് 82,000 കിട്ടൂലേ? ഇതാണ് നമ്മുടെ നോർമൽ പ്രോഫിറ്റ്. കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പോൾ 82,000 നമ്മൾ കുറക്കുക. ഈ 82,000 1 lakh നിന്ന് കുറച്ചാൽ 1 lakh ആണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. ഇനി 82,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും 18,000. ഈ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ്ഡ് മെത്തേഡിലാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നേരെ 10% ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴും കൂട്ടം എത്ര? 1,80,000. സെയിം ആൻസർ കിട്ടും. ക്ലിയർലി പോയിന്റ്. ഇങ്ങനെയാണ് ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും മെത്തേഡാണ് നമുക്ക് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഇതെല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഈ ടോപ്പിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇല്ലസ്ട്രേഷൻ 15 ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫേമിൻ്റെ ഗുഡ്വില്ല് വർക്കൗട്ട് ചെയ്യേണ്ടത് 3 വർഷത്തെ പർച്ചേസിൻ്റെ ബേസിലാണ്. 3 years പർച്ചേസ് ആണ്. ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്.
ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണുക. അതുപോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ കിട്ടും. 5 വർഷത്താണുള്ളത്. മക്കളെ ഇത് ഞാൻ ഇവിടെ തന്നെ സോൾവ് ചെയ്യാണ്, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1, 2, 3, 4, 5 വർഷമുണ്ട് അല്ലേ. പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 10,000 പ്ലസ് 15,000 പ്ലസ് 4,000. ഇവിടെ ഒരു മൈനസ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഇത് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഇതെല്ലാം കൂട്ടുക. ഇത് ഓൾറെഡി ഒരിക്കൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുക. എത്രയാണ്? 10,000 പ്ലസ് 15,000 പ്ലസ് 4,000 പ്ലസ് ഇത് പ്ലസ് ചെയ്യാൻ പാടില്ല. ഈ 4,000 കഴിഞ്ഞിട്ട് 6,000 കൂട്ടുക, പ്ലസ് ഇയാൾ കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക 6,000. അപ്പോൾ 35,000 കിട്ടും. ഇനി ലോസ് ആയിട്ടുള്ള 5,000 കുറക്കുക. ഈ ബ്രാക്കറ്റിലിട്ട ലോസാണ്. ഓക്കെ, അപ്പോൾ 30,000 ആണ് നമ്മുടെ എന്തുണ്ടാവുക? ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ ചെയ്യുക കേട്ടോ. ഈ 30,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഈ 30,000 നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 വർഷമല്ലേ? 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 6,000 കിട്ടും. 6,000. ഈ 6,000 ആണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. ഇതിന് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കുക. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസിന് ഗുണിക്കുക. അപ്പോൾ 18,000 കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. 18,000 ഞാൻ കാണിച്ചു തരാം. ഇതാ 18,000 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. അവിടെ ഉണ്ട് ഗുഡ്വില്ല്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാ 18,000. ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വന്നിട്ടുണ്ട് മക്കളെ. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വന്നിട്ടുണ്ട് 1 lakh ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വന്നിട്ടുണ്ട് 8% ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 1 lakh ആണ്. അതിന് 8% NRR എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നോർമൽ പ്രോഫിറ്റ്. എത്ര ഉണ്ടാവും? 8,000. ഇതാണ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 12,000 ആണ്. മക്കൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. സോ ഈ 12,000 ആണ് ആവറേജ് പ്രോഫിറ്റ്, 8,000 ആണ് നോർമൽ പ്രോഫിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. 3 വർഷത്തെ പർച്ചേസ് കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ഇൻറ്റു 3 അടിച്ചാൽ 12,000 കിട്ടും. ഈ 12,000 ആണ് ഗുഡ്വില്ല്. ഈസി ക്വസ്റ്റ്യൻ. ഇതാ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഫാസ്റ്റായിട്ട് പോണത്. ഇവിടെ ആൻസർ ഉണ്ട് 12,000. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രാമ ബ്രദേഴ്സ് ഏൺ ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ആണ് 30,000. ആവറേജ് പ്രോഫിറ്റ് 30,000 തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ 2 ലക്ഷം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 2 ലക്ഷമാണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. നമ്മൾ യൂസിങ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ചാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ആദ്യം കാണണം. സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് അറിയണം. ആവറേജ് പ്രോഫിറ്റ് 30,000 ആണ്. ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 30,000 ആണ്. കണ്ടില്ലേ? നെക്സ്റ്റ് ഇവിടെ നമുക്ക് അറിയേണ്ടത് നോർമൽ പ്രോഫിറ്റ് കിട്ടണം. നോർമൽ പ്രോഫിറ്റ് കുറച്ചാലേ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ 2 lakh ആണ് ക്യാപിറ്റൽ, അതിന് 10% എടുക്കുക. അപ്പോൾ 2 lakhന്റെ 10% നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. എത്രയാണ്? 20,000. ഈ 20,000 ആണ് നോർമൽ പ്രോഫിറ്റ്. ഇത് കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. എത്രയാണ് സൂപ്പർ പ്രോഫിറ്റ്? 10,000. അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നേരെ 10% കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10,000 ഡിവൈഡഡ് ബൈ 10% ചെയ്യുമ്പോൾ നമുക്ക് 1 lakh ആണ് നമ്മുടെ ഗുഡ്വില്ല് കിട്ടുക. സൂപ്പർ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ 1 lakh ആണ് നമ്മുടെ ഗുഡ്വില്ലായിട്ട് കിട്ടുക.